ഷിയാക്കൾ പറഞ്ഞത്, ഞങ്ങൾക്കെങ്ങാനും മദീനയുടെ ഭരണം കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ ആ 2 ഖബറുകളും മാന്തിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ ഷിയാക്കൾ ലോകത്തുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ വലതും ഇടതുമായി നിന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, അവരെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്തോ അവർക്ക് സഹാബത്തിനോട് വല്ലാത്ത വെറുപ്പ് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി ഈ ഘട്ടത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമല്ല, 17,000 ആയത്തുകൾ ഉണ്ടായിരുന്നു ഖുർആനില്. അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും വെട്ടിച്ചുരുക്കിയതാണ് എന്നൊക്കെ പറയുന്ന ഷിയാക്കളെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും വായിക്കണം, പഠിക്കണം. എന്താ ലോകത്തുള്ള പല കക്ഷികളുടെയും വിശ്വാസങ്ങളെന്ന് നമ്മൾ അറിയണം, അന്വേഷിക്കണം. ഷിയകളിൽ നിന്നാണ്, ഷിയാക്കളിൽ നിന്നാണ് ഈ ഖബർ കെട്ടിപ്പൊക്കുക എന്ന ഏർപ്പാട് വന്നിട്ടുള്ളത്. അത് നിങ്ങൾ അറിയണം, അന്വേഷിക്കണം. ആദ്യമായി ജന്മദിനാഘോഷങ്ങൾ കൊണ്ടുവന്നത് ലോകത്ത് ഷിയാക്കളാണ്. അത് നിങ്ങൾ അറിയണം. അങ്ങനെ ഷിയാക്കളുടെ വിശ്വാസം മുസ്ലിങ്ങളെ മരത്തിൽ പിടിച്ച എത്തിക്കണ്ണികളെ പോലെ മുസ്ലിം ഉമ്മത്തിന്റെ മേൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിനെ വിച്ഛേദിച്ച് നിർത്തി, വേർതിരിച്ച് നിർത്തി, ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം മുസ്ലിം ഉമ്മത്തെ നമുക്കുണ്ട്.